പ്രീത, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് ഇപ്പൊ ഈ നടന്ന കൂട്ടക്കൊലപാതകം, അഫാൻ എന്ന 23-കാരൻ, ഈ കുട്ടി 23-കാരനായ ചെറുപ്പക്കാരൻ ഇത്രയും വരെ കൊല ചെയ്തത് ഈ പറയുന്ന ഒരു, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും പറഞ്ഞു, നിരോധിത തീവ്രവാദി സംഘടനയുടെ ചില പിന്നെ അവരുടെ ചില കൊലപാതകം എങ്ങനെ നടത്താം എന്നൊക്കെയുള്ള വല്ലാത്ത ഒരു അക്രമവാസന തോന്നിക്കുന്ന രീതിയിൽ ഒരു പ്രക്രിയയിലേക്കാണ് ആ കുട്ടി പയ്യന്റെ കൊലപാതക രീതികൾ. നമ്മൾ പറഞ്ഞു, നായ്ക്കളെ തലക്കടിച്ച് വെട്ടി പരിക്കേൽപ്പിക്കുന്ന രീതിയിലുള്ള. അപ്പോൾ ഇതിന്റെ അന്വേഷണം ഈ PFIയിലേക്ക് മാത്രമല്ല, രാസലഹരി അല്ലാത്ത കാര്യങ്ങളൊക്കെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. NIA ഇതിന്റെ അന്വേഷണത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നു. മറ്റൊന്ന്, ഇത് വെഞ്ഞാറമൂടാണെങ്കിൽ തെക്ക് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന ഒരു വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ്, ഒരു ഹിന്ദു മുന്നണി നേതാവ്, അദ്ദേഹത്തിന്റെ മകനും മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നു. ഒന്ന് പറയാമോ, എന്തൊക്കെയാണ് ഈ NIA അന്വേഷണത്തെക്കുറിച്ചും? ഈ NIA അന്വേഷണം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ഒരു സീരിയസ് ഉണ്ട്, വളരെ വലിയൊരു സീരിയസ് ഉണ്ട്. അതായത് ചേട്ടാ, NIA വരുന്നു എന്നുള്ളത് ശരിവയ്ക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് പല മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായിട്ടൊരു ഇത് കിട്ടാതെ, ഇൻഫർമേഷൻ കിട്ടാതെ നമുക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഇരുന്നത്. പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നേതാവ്, അത് NDAയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം മകൻ അറസ്റ്റിലായ സമയത്ത് പറഞ്ഞ നിലപാട് അത് അഭിനന്ദനാർഹമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കായംകുളത്തൊരു MLAയുടെ മകൻ അറസ്റ്റിലായ സമയത്ത് വലിയ പുകിലായിരുന്നു ഇവിടെ ഉണ്ടാക്കിയത്. അത്തരത്തിലുള്ള പുകിലല്ല അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞത്, എൻ്റെ മകൻ കൂടുതൽ തെറ്റിലേക്ക് പോകാതെ ഇവിടെ പിടിച്ചത് കൊണ്ട് നന്നായി എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനോട് അദ്ദേഹം സംസാരിച്ച സമയത്ത് ചോദിച്ചത്, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ അത് പുറത്തു നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞ് സ്ഥലത്ത് എത്തിക്കുന്നു എന്നാണ് ആ മകൻ പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്ന ഒരു ഉത്തരം, കുട്ടി എന്ന് പറയാൻ പറ്റില്ല, 27 വയസ്സുള്ള യുവാവാണ്, കല്യാണം കഴിഞ്ഞതാണ്. അയാൾ പറഞ്ഞത്, ഇത് നമുക്ക് അങ്ങനെ കോള് വിളിച്ചാൽ ഇന്നൊരാളെ കണക്ട് ചെയ്ത് കിട്ടില്ല. അതായത് ഇതൊരു സിമ്മില്ലാത്ത പ്രത്യേക തരം ഫോണാണ്. അതായത് വിദേശത്ത് UK ഉണ്ടാക്കുന്ന ഒരു ഫോണാണ്. ആ ഫോണിൽ നിന്ന് നമ്മൾ ഇത്തരത്തിൽ ഒരു കോള് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രേസ് ചെയ്ത് നമ്മുടെ, അതായത് ടെലിഫോൺ അല്ലെങ്കിൽ ഇലക്ട്രിക് ആ ഒരു ഇതിൻ്റെ അടുത്തേക്ക് അത് ട്രേസ് ചെയ്ത് ഇതിൻ്റെ സംഘങ്ങൾ എത്തുകയും അവിടെ നിന്ന് അവരുടെ ആ ഫോണിൽ നിന്ന് നമ്മൾ വിളിച്ച നമ്പറിലേക്ക്, ഈ പൈസ ഇട്ട നമ്പറിലേക്ക് ട്രേസ് ചെയ്ത് സാധനം എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആര് കൊണ്ടുവരുന്നു, ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, ഇതൊന്നും നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ കുട്ടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ട് കൂടുതൽ താമസം എടുക്കുന്നുണ്ട്. അപ്പൊ സ്വന്തം ഭാര്യയ്ക്ക് പോലും മനസ്സിലാകുന്നില്ല, ചിലർക്ക് ബാത്റൂമിൽ സമയമെടുക്കും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു അത്രേ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ വൈകുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അയാൾ ഇത് ഉപയോഗിക്കുന്നത് ബാത്റൂമിൽ വെച്ചാണ്. സ്വന്തം ഭാര്യ പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെ ഈ അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ശരിക്കും എനിക്ക് വളരെ അഭിനന്ദനം. അദ്ദേഹം അവിടുത്തെ ഒരു വലിയൊരു നേതാവാണ്, ചപ്പൽ പോലും ഇടാത്തൊരു മനുഷ്യനാണ്. അതെ, ചപ്പൽ പോലും ഇടാതെയാണ് അത്. അപ്പോ ഒരു സാത്വികനാണ്, ചെറിയ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ആളാണ്. അതെ, അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹം പറയുമ്പോൾ UK പോലുള്ള സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഫോണുകൾ നിർമ്മിക്കപ്പെടുകയും ഈ ഫോണുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരെ എത്തുന്നു എന്ന് പറയുമ്പോൾ, രണ്ടാം മോദി മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഒരിക്കൽ പറഞ്ഞിരുന്നു, ആഗോളതലത്തിൽ ദക്ഷിണേന്ത്യ മയക്കുമരുന്നിൻ്റെ ഭീകരവാദത്തിൻ്റെ ഒരു ഹബ്ബായി മാറുകയാണ്. അവിടെ തന്നെ ദക്ഷിണേന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഇത് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഈ പറഞ്ഞ അന്നത്തെ മന്ത്രിക്കെതിരെ വലിയ പുകിലൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക. മാത്രമല്ല, ഇതോടുകൂടി നമുക്കറിയാം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ
നമ്മുടെ മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് പ്രവർത്തിക്കുകയും NIA വന്ന് അത് പൂട്ടിക്കുകയും ചെയ്ത ഒരു കേസ് സംഭവമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളിലേക്ക് വളരെ ഭീകരമായിട്ടുള്ള രീതിയിലേക്ക് രാസലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചേരുന്നു. നമ്മൾ പലപ്പോഴും പറയും, എന്തുകൊണ്ട് ഈ രാസലഹരിയെ തടുക്കാൻ പോലീസിനോ എക്സൈസിനോ കഴിയുന്നില്ല എന്നുള്ളത്. അതിൻ്റെ ഉത്തരമാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകൻ പറഞ്ഞത്. അതായത് UK നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഈ UK നിന്ന് ലഭിക്കുന്ന ഈ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഫോൺ ഉപയോഗിക്കുന്നത് ആരാണെന്ന് ചേട്ടന് അറിയാമല്ലോ, അത് ഭീകരവാദ സംഘടനകളാണ്. അവരുടെ സറൗണ്ടിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് അവരെ ട്രേസ് ചെയ്ത് പരസ്പരം ട്രേസ് ചെയ്യാൻ, അവരെ വേറെയുള്ളവരെ ട്രേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മളുടെ നാട്ടിലേക്ക് ഇത്തരത്തിൽ രാസലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് അൽ-ഖ്വയ്ദ, ISS പോലുള്ള ഭീകരവാദ സംഘടനകളാണ്. ഈ ഭീകരവാദ സംഘടനകൾക്കെതിരെയാണ് നമ്മുടെ സർക്കാർ, അതായത് കേന്ദ്ര സർക്കാർ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ യുവതലമുറയെ വഴിതെറ്റിക്കുക എന്നുള്ള ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ആക്രമണം നടത്തി, നമ്മുടെ ഒരു അറ്റാക്ക്, ഭീകരാക്രമണമൊക്കെ നടത്തി നമ്മുടെ ആളുകളെ ഇല്ലാതെയാക്കുക എന്നുള്ള തന്ത്രത്തിൽ നിന്ന് ഈ ഭീകര സംഘടനകൾ മാറി നിൽക്കുകയാണ്. തിരിച്ച് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ യുവതലമുറയെ വഴിതെറ്റിക്കുക. അപ്പോ ഒരു നാടിനെ മറ്റൊരു തരത്തിൽ ഒരു നാടിനെ നശിപ്പിക്കുക. അതെ. അപ്പൊ മാത്രമല്ല, ഇതിന്റെ ഒരു ഭീകരാവസ്ഥ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പെട്ടെന്നൊരു അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള ആളുകൾ കൊല്ലപ്പെടുന്നു, അതിനെ തുടർന്നുള്ള സംഘർഷാവസ്ഥ, പ്രശ്നങ്ങൾ എല്ലാം ആകുന്നു. പക്ഷേ കുറേശ്ശെ അതായത് സ്ലോ പോയിസൺ കണക്ക് അതെ നമ്മുടെ തലമുറയെ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എവിടെ ചെന്ന് നിൽക്കും? ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ വളരെ കുട്ടികൾ വിദേശത്ത് മാത്രം പോകുന്നത് മാത്രമല്ല, നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കൊലപാതകങ്ങൾ, ഈ കൊലപാതകങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലുമ്പോൾ പലരും പല സംഘടനകളിലും പല രാസലഹരികളും ഉപയോഗിക്കുന്നവരുമായിട്ട് മാറുകയാണ്. അതൊക്കെ പുതിയ തലമുറയുടെ ജീവിത സാഹചര്യങ്ങളാണെന്നുള്ള രീതിയിലേക്ക് മാറ്റാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതായത് പ്രജിത സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രതിഭാഹരി എന്ന MLA മകനെ പിടിച്ച ആ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം പ്രത്യേകം ചോദ്യം ചെയ്യാനൊക്കെ വിളിച്ചിരിക്കുന്നു. അവരുടെ മകൻ കഞ്ചാവ് കൈവശം വെച്ചതിലോ അത് പിടിച്ചതിലോ ആ കാര്യം ആ പയ്യനെ ഒന്ന് ഗുണദോഷിക്കാൻ ശ്രമിച്ചതിലോ അല്ല തെറ്റ്. ഇത് ആര് വിളിച്ചു, ആര് ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ് അന്വേഷണം പോയിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇവിടുത്തെ സർക്കാർ സംവിധാനം. 2, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വളരെ ഭീകരമായ രീതിയിൽ രാസലഹരി, ഇപ്പം നമ്മൾ പണ്ടൊക്കെ മുട്ടായിക്കട, നമുക്ക് പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഉപ്പിലിട്ട നെല്ലിക്ക, ഉപ്പിലിട്ട കാരയ്ക്ക, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചവുമുട്ടായി, ഇത് ചവുമുട്ടായി ഈ അടുത്തിടയ്ക്ക് ഞാൻ മേടിച്ച് കഴിച്ചു ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, ആ പഴയ ഒരു ഓർമ്മയിൽ. അപ്പോൾ ഇപ്പം അങ്ങനെ അന്ന് നമ്മൾ വരുന്ന ആ ഒരു ഞങ്ങളുടെ അവിടെയൊക്കെ വിൽക്കാൻ വരുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു, തങ്കപ്പൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ഞങ്ങളുടെ കാശ് കാണത്തില്ല, പക്ഷെ ഇന്ന് കൊതി ഇറക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു വരും, കാര്യം ഈ ഉപ്പിലിട്ടത് കണ്ടിട്ട്. അപ്പൊ അങ്ങനെ കിട്ടിയിരുന്നത് പോലെ ഇന്ന് സുലഭമാണ് ഈ പറയുന്ന ഈ ലഹരി എന്ന് പറയുന്നത്. പറഞ്ഞാട്ടെ. അപ്പോ ചേട്ടാ, അതിന്റെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ NIA വരുന്നതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. NIA കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഇപ്പൊ തന്നെ NIAയുടെ ഒരു ആസ്ഥാനം എന്ന് പറയുന്നത് കേരളമായി മാറിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. കാരണം അത്രയേറെ കേസുകൾ NIAക്ക് ഇവിടെ അന്വേഷിച്ച് തീർക്കാനുണ്ട്. അപ്പോൾ PFI നിരോധിച്ചു. പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, PFI നിരോധിച്ചത് കൊണ്ട് മാത്രം ഒരു കാര്യം ഇല്ലാതെയാകുന്നില്ല. അതായത് ഇവർ വിത്ത് പലയിടത്തായി പാകിയിട്ടുണ്ട്. അതിൻ്റെ ആകെ ഒരു തുകയെടുത്ത് നമ്മൾ നിരോധിച്ചു എന്ന് വെച്ചാലും ഇതിൻ്റെ വിത്തുകൾ മുളച്ചു വരുന്നുണ്ട് സമൂഹത്തിൽ. അതായത് പല സ്ഥലങ്ങളിൽ സ്ലീപ്പർ സെൽസ് എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ വഴി തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഇത്തരത്തിൽ രാസലഹരി എത്തുന്നതും ഒരുപാട് എവിഡൻസ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതെ, വേറൊരു വിഷയം. അതെ. അപ്പോ നമ്മുടെ നാട്ടിൽ അമിത്ഷാ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിലൊന്ന്, 2026 മാർച്ചിന് മുമ്പ് പൂർണ്ണമായിട്ടും മാവോയിസ്റ്റുകളെ ഇല്ലാതെയാക്കുമെന്നുള്ളതായിരുന്നു. അതിന്റെ ഏതാണ്ട്
90% ഓപ്പറേഷൻ സക്സസ് ആണ്. രണ്ടാമത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അതായത് മയക്കുമരുന്ന് ഇല്ലാതെയാക്കും എന്നുള്ളതാണ്. അതായത് ഈ സർക്കാരിന്റെ ഒരു അജണ്ട തന്നെയാണ് മയക്കുമരുന്നിന്റെ. കേന്ദ്ര ഗവൺമെന്റിന്റെ അമിത്ഷായുടെ. അപ്പോ അതിനുവേണ്ടി ഫോറൻസിക് ലാബുകൾ നമ്മുടെ രാജ്യത്തെ ആകമാനം എല്ലായിടത്തും തന്നെ സ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതുവഴി അതിന് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരൊക്കെ പോയിട്ട് അതിന്റെ ശില്പശാലയിലും മറ്റുമൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതത് സംസ്ഥാനത്തൊക്കെ ഈ ലാബുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ ലാബുകൾ വരുമ്പോൾ കേസ് അന്വേഷണത്തിന്റെ വേഗത കൂടും. അപ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് വഴിയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത്രയും സ്പീഡപ്പ് ആയിട്ട് നമുക്ക് ഇതിനെ ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത് ഒരു അജണ്ടയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഈ പറയുന്ന നമുക്കറിയാം ഇയാൾ എങ്ങനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ചുറ്റികയ്ക്ക് അടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടാണ് ആലപ്പുഴയിലുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു BJP പ്രവർത്തകനെ അവരുടെ അമ്മയുടെ മുമ്പിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചില സംഘടനകളുടെ രീതികളോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആ ചേർന്ന് നിൽക്കുന്നതും കൂടാതെ ഇതിൽ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് വരുമ്പോൾ, ഞാനിതിപ്പോ നമ്മൾ ഈ ടേക്കിന് വരുമ്പോൾ പോലും ഞാൻ വായിച്ചൊരു കാര്യം, ഒറ്റത്തവണ ഉപയോഗിച്ചതൊഴിച്ചാൽ പിന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അഫാൻ. പക്ഷെ അഫാന് ഇത് ചെയ്യണമെങ്കിൽ ഒരു തരത്തിൽ നമ്മൾ പറയില്ലേ, ചോര കണ്ട് അറപ്പ് മാറാതെ ഒന്നും പറ്റില്ല. അപ്പൊ അതിനുള്ള പരിശീലനം ലഭിച്ചതുപോലെ തന്നെയാണ് അഫാൻ ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു തലയുടെ ഒരു പ്രത്യേക ഭാഗത്തടിച്ചാലാണ് പെട്ടെന്ന് തന്നെ മരണം സാധ്യമാകുക. അതൊക്കെ അറിയുന്ന ആള് എന്ന നിലയിൽ തന്നെയാണ് ഈ കൊലപാതകം അഫാൻ നടത്തിയിട്ടുള്ളതും. അഫാൻ ആണെങ്കിൽ ഇതിൽ യാതൊരു തരത്തിലുമുള്ള കുറ്റബോധമില്ലായകയാണ് ഒരു ക്രിമിനലിന്റെ ഏറ്റവും വലിയൊരു പറയുന്ന ക്രിമിനൽ ആണ് എന്ന് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരം ക്രിമിനൽ മൈൻഡുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികളിലേക്ക് സ്ഥാപിച്ചെടുക്കുന്നതിന് പിന്നിൽ ഈ മയക്കുമരുന്നും ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളും ഉണ്ട് എന്നുള്ളത് പല തവണകളിലായിട്ട് പല കൊലപാതകങ്ങളിലൂടെ പുറത്തു വന്നതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇതൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് NIA ഈ കേസിലേക്ക് ഇല്ല അല്ല NIA വന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മഞ്ചേരിയിലോ മറ്റോ ഉള്ള സ്ഥലത്ത് ഇവരുടെ PFIയുടെ കേന്ദ്രമായിരുന്ന സ്ഥലത്ത് വന്ന് അവിടെ വന്ന് ഈ PFI പ്രവർത്തകരെയൊക്കെ പൊക്കിക്കൊണ്ട് പോയിട്ടാണ് ഇവിടെ അറിഞ്ഞത്. ചേട്ടന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ശബരിമലയ്ക്ക് അടുത്തുള്ള കാടുകളിൽ നിന്ന് ISISIയുടെ പതാക അവിടെ പാറിച്ച സംഭവം ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ തൂക്കിയെടുത്ത് കൊണ്ടുപോയതിനു ശേഷം മാത്രമാണ് നമ്മുടെ ഗവൺമെന്റ് അറിഞ്ഞിട്ടുള്ളത്. നമ്മുടെ എറണാകുളത്ത് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ കള്ളപ്പണം പിടിച്ചുകൊണ്ടുപോയി. ഇതിനെക്കുറിച്ചുള്ള വിവരം ഇവിടെ നൽകിയെങ്കിലും അതിനെതിരെ യാതൊരു തരത്തിലുമുള്ള നടപടി ഉണ്ടായില്ല. NIA മിണ്ടാതെ വന്നു. ഇവരെയെല്ലാം തൂക്കിയെടുത്ത് ഇട്ടുകൊണ്ട് പോയതിനു ശേഷമാണ് നമ്മുടെ പോലീസും സർക്കാരും ഒക്കെ അറിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ സജീവമായതുകൊണ്ട് തന്നെ NIA വരുന്നു എന്നുള്ളത് ഈ ഒരു ചീള് കേസിന് NIA വരുമോ എന്നുള്ള പുച്ഛം വേണ്ട. NIA വരുന്നതും ആരും അറിയില്ല, NIA അന്വേഷണം നടത്തുന്നതും ആരും അറിയില്ല. മറിച്ച് ഇതിനിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ തൂക്കിയെടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ NIA അതെ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ സർക്കാർ അടക്കം അറിയുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ മയക്കുമരുന്ന് മയക്കുമരുന്ന് കാരിയർമാരും ആയിട്ടുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമാണ്. അതായത് അഫാന്റെ കേസിൽ ഇത്തരത്തിലുള്ള ഒരു NIA വരുമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഫാന്റെ കേസ് ആയതുകൊണ്ട് 5 പേരെ കൊലപ്പെടുത്തിയ കേസ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ വിഭാഗങ്ങൾക്ക് അന്വേഷിച്ചുകൂടെ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഇതാണ്. ഇതിന് പിന്നിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുണ്ട്, ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെൽസ് ഉണ്ട്. ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തന്നെയാണ് NIA ഇവിടേക്ക് പറന്നിറങ്ങുന്നത്.